ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ താരം സാമ്പാർ ചീരയാണ്. നിങ്ങൾ വഴിയരികിലും പറമ്പിലുമൊക്കെ സാമ്പാർ ചീരയെ കണ്ടിട്ടുണ്ടാവും. ഒരു ചെടി ഉണ്ടായാൽ മതി, കാട് പോലെ പരക്കും. അതുകൊണ്ട് കള പോലെയാണ് നമ്മളിതിനെ കാണുന്നത്. എന്നാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇവക്ക്. വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കണ്ണിൻ്റെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കൊക്കെ വളരെ നല്ലതാണ്. കൂടാതെ അയൺ, ഫോസ്ഫറസ്, കാൽസ്യം ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻസും ഒരുപാടുണ്ട്. എന്നിട്ടും നമ്മളിതിന് വലിയ വിലയൊന്നും കൊടുക്കാത്തത് നമ്മൾ നട്ടു വളർത്താതെ തന്നെ ഇതിങ്ങനെ പടർന്ന് പന്തലിച്ചുണ്ടാവുന്നതുകൊണ്ടാണ്. ഇത് ശരിക്കും പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. എന്നിട്ട് വേണ്ട വിധത്തിൽ ഇത് ഉപയോഗിക്കണം. ഈ ബോൾ പോലുള്ള ഭാഗത്തു നിന്ന് ഇതിൻ്റെ വിത്ത് ശേഖരിച്ച് പാകി കൊടുത്താൽ മതി, കാട് പോലെ വളർന്നോളും. വിളർച്ചക്കും വൈറ്റമിൻ കുറവ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. വേറെയും ഒരുപാട് ഗുണങ്ങളുണ്ട്. എല്ലാം കൂടി ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇതിന് ചെറിയൊരു വഴുവഴുപ്പുള്ളത് കൊണ്ട് കഴിക്കാൻ മടിക്കുന്നവർക്ക് ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് 3 റെസിപ്പീസും എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്കിത് ചെറുതായി അരിഞ്ഞെടുക്കണം. നന്നായിട്ട് കഴുകി വെള്ളം വാർത്തിയതിന് ശേഷം അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഫസ്റ്റ് റെസിപ്പി തോരനാണ്. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങ ചിരവിയത് വേണം. 1 സവാളയും 1 പച്ചമുളകും പൊടിയായി അരിഞ്ഞു വെക്കണം. പിന്നെ കടുകും ഉണക്കമുളകും വേണം. ഞാനിവിടെ ഇരുമ്പ് ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ സവാള പൊടിയായി അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത്. സവാളക്ക് പകരം വേണമെങ്കിൽ ചുവന്നുള്ളി പൊടിയായി അരിഞ്ഞതും ചേർക്കാം. ഇപ്പോൾ അരിഞ്ഞു വെച്ച പച്ചമുളകും ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഈ തേങ്ങ ചേർത്ത് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം മാത്രം നമ്മൾ അരിഞ്ഞു വെച്ച സാമ്പാർ ചീര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്തത്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയാണ് ചേർത്തത്. ഇനി ഈ തേങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ ജലാംശമൊക്കെ ഇപ്പോൾ വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച സാമ്പാർ ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പല നാട്ടിലും പല പേരാണല്ലോ സാമ്പാർ ചീരക്ക്. ചില സ്ഥലത്ത് പരിപ്പ് ചീര എന്ന് പറയും. കാരണം പരിപ്പും ചീരയും കൂടി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് പരിപ്പ് ചീര എന്ന് വിളിക്കണമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ തമിഴ്നാട്ടിലൊക്കെ പശളച്ചീര എന്നാണ് വിളിക്കുന്നതെന്ന് തോന്നുന്നു. നമ്മൾ വെണ്ടയ്ക്കൊക്കെ അരിയുമ്പോൾ ഉണ്ടാകുന്നൊരു വഴുവഴുപ്പുണ്ടല്ലോ, അതുപോലൊരു വഴുവഴുപ്പുണ്ടാവും ഇതിനും. അതുകൊണ്ട് കൊഴുപ്പച്ചീര എന്ന് വിളിക്കുന്നവരും ഉണ്ട്. ഇപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ച ഇലയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല, കൂടാതെ അടച്ച് വെക്കാനും പാടില്ല. കാരണം ഇതിൽ ഒരുപാട് ജലാംശം ഉണ്ടല്ലോ, അപ്പോൾ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ടാണ് ഇത് തുറന്ന് വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാൻ പറയണത്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ തന്നെ മതി. എന്ന് വെച്ച് കൈ വെക്കാതെ ഇളക്കി കൊടുക്കൊന്നും വേണ്ട. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്താലും മതി കേട്ടോ. കുട്ടികളും മുതിർന്നവരും മുലയൂട്ടുന്ന അമ്മമാരും ഗർഭിണികളും ഒക്കെ കഴിച്ചിരിക്കേണ്ട ഒന്നാണ് സാമ്പാർ ചീര. കാരണം ഇതിൽ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ടല്ലോ. പിന്നെ കാലറി തീരെ കുറവാണ്. അതുകൊണ്ട് ഷുഗർ ഉള്ളവർക്കും തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. നമ്മൾ മലയാളികൾ മുരിങ്ങയിലക്ക് കൊടുക്കുന്ന പ്രാധാന്യമൊന്നും ഈ സാമ്പാർ ചീരക്ക് കൊടുത്ത് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് തന്നെ പോസ്റ്റ് ചെയ്യാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. ഇപ്പോൾ ദാ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഒട്ടും വഴുവഴുപ്പില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ അടുത്ത റെസിപ്പി കറിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കുക്കറിലേക്ക് 1/4 കപ്പ് പരിപ്പും 2 പച്ചമുളകും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2 വിസിൽ വരെ വേവിച്ചു. പരിപ്പ് വെന്തതിന് ശേഷം ഇതാ സാമ്പാർ ചീര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ സാമ്പാർ ചീരയും പരിപ്പും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ അരക്കുമ്പോൾ തേങ്ങയുടെ കൂടെ 1 ടീസ്പൂൺ നല്ല ജീരകവും 2 ചുവന്നുള്ളിയും കൂടി ചേർത്ത് അരച്ചതാണ്. ഇപ്പോൾ തേങ്ങ അരച്ചതൊക്കെ ചേർത്ത് കറി റെഡി ആയിട്ടുണ്ട്.
ഇനി ഇതൊന്ന് വറവിട്ടെടുത്താൽ മതി. ഞാനിതാ കടുകും ഉണക്കമുളകും ചേർത്ത് വറവിട്ടെടുത്തതാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ റെസിപ്പി ഓംലെറ്റാണ്. സാമ്പാർ ചീര ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഓംലെറ്റ് കുട്ടികൾക്കൊക്കെ സ്നാക്കായിട്ടും കൊടുക്കാം, നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു. ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ പാലും ഒഴിച്ചിട്ടുണ്ട്. ഇനി പൊടിയായി അരിഞ്ഞ സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക് കടിക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ച സാമ്പാർ ചീരയിൽ നിന്ന് ഒരു പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുകൊണ്ട് ഓംലെറ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഓംലെറ്റ് തയ്യാറാക്കാൻ പറ്റും. ഞാനിതാ ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുക്കാം. ഈ സാമ്പാർ ചീരയും ഉള്ളിയൊക്കെ കൂടി കിടക്കുന്നത് ഒന്ന് പരത്തി എല്ലായിടത്തും ഒരുപോലെ ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനിവിടെ 2 മിനിറ്റ് അടച്ചു വെച്ചപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഇനി ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടാൽ മതി. ഇതാ മറിച്ചിട്ട് ഞാനിപ്പോൾ തന്നെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ ടേസ്റ്റി ഓംലെറ്റ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവും. കാരണം ഇത് നല്ല കളർഫുൾ ആണല്ലോ. പിന്നെ നമ്മൾ ദോശ ചുടുമ്പോൾ ഇതുപോലെ സാമ്പാർ ചീര അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി ഹെൽത്തി ആവും. നമുക്ക് നല്ല ടേസ്റ്റി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പറ്റും. ഏത് ദോശയായാലും കുഴപ്പമില്ല, ഉഴുന്ന് ദോശയോ ആട്ടദോശയോ ഏതായാലും കുഴപ്പമില്ല. സാമ്പാർ ചീര അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാമ്പാർ ചീരയുടെ ഗുണങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഉള്ളവർ ഇപ്പം തന്നെ ഉണ്ടാക്കിക്കോളൂ. ഇല്ലാത്തവർ എവിടുന്നെങ്കിലും വിത്ത് സംഘടിപ്പിച്ച് ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കണം.